ഖബറിൽ കിടക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തസ്ബീത്ത് ചോദിക്കണം. അവരെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ ഖബറാളിയെ അല്ലെങ്കിൽ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന മയ്യത്തിന്റെ ഖബറിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തസ്ബീത്ത്, സ്ഥൈര്യം കിട്ടാൻ, ഖബറിന്റെ ചോദ്യങ്ങളിൽ നിന്ന് എളുപ്പം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചോദിക്കണം. ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ ഖബറിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വിശ്വാസി ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമായി ഇമാം ബൈഹഖി അവിടുത്തെ ഇസ്ബാത്ത് അദാബുൽ ഖബർ എന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇത് പറഞ്ഞും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഖബറിനകത്ത് അദാബുണ്ട്, അതൊന്ന് സ്ഥൈര്യം ലഭിക്കണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ടത് ജീവിതകാലത്താണ്. എന്നാൽ പല നാടുകളിലും പല ഖബറുകളെയും നമ്മൾ കാണുമ്പോൾ, ജനാസന്റെ കൂടെയൊക്കെ പോകുമ്പോൾ അവിടെ തസ്ബീഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ കാണാത്ത ചിലരുണ്ട്. തസ്ബീഹ് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കാണാത്ത ചിലരുണ്ട്. ആ നാട്ടിൽ അറിയപ്പെടുന്ന ഖതീബുമാരും ഖാദിമാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ, അവർ എല്ലാം കഴിഞ്ഞിട്ട് വരും ഖബറിന്റെ അടുത്തേക്ക്. അവർ വരുന്നത് തസ്ബീഹ് ചൊല്ലിക്കൊടുക്കാനല്ല, മയ്യിത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കാനാണ്. എന്താ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത്? ഖബറിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് മൂടിക്കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം ആ മയ്യത്തിന്റെ തലക്ക് ഭാഗത്ത് വന്നിരുന്നിട്ട് ഖതീബിന്റെ ഉപദേശം അറബിയിൽ, ഇതാ നിന്റെ അടുത്ത് ഇപ്പോൾ 2 മലക്കുകൾ വരും. ആ മലക്കുകൾ നിന്നോട് എണീപ്പിച്ചു നിർത്തും, നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. അറബിയില പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെയാണ് നീ ഉത്തരം പറയേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. തസ്ബീത്ത് എന്ന സുന്നത്തിന് മൂപ്പര് വരുന്നില്ല, വന്ന് ചൊല്ലിക്കൊടുക്കുന്നതാണെങ്കിൽ തൽഖീനാണ്, അതാണെങ്കിൽ ഇസ്ലാമിൽ ഇല്ല. ആ പറഞ്ഞു കൊടുക്കുന്നത് തന്നെയും അറബിയിലുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം സുഹൃത്തുക്കളെ. ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തരമായ ഒരു വല്ലാത്ത ആ ഹിക്മത്തിന്റെ പ്രമാണത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവണം. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പല നിലക്കുമുള്ള ചർച്ചകളിലൊക്കെ കാണാം. പലയിടങ്ങളിലും ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്ത മുസ്ലിം ജനാസകൾ. ചെറിയ കാരണം മുതൽ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കുടുംബസമേതം ഒന്നടങ്കം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ വേദനിക്കുന്ന ഒരുപാട് ജനാസകൾക്ക് സാക്ഷികളാകേണ്ടി വരും. അവിടെ ചെന്നാൽ പല ആളുകളും ഇങ്ങനെ വസവാസിലായി ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം? നിസ്കരിക്കാൻ പറ്റൂലേ? എന്താണ് സുഹൃത്തുക്കളെ സംശയിക്കാനുള്ളത്? ഉലമാക്കന്മാർ ചരിത്ര വിശദീകരണത്തിൽ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ ആത്മഹത്യ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കണം. ഒരു നിബന്ധന, ആ നാട്ടിലെ അവിടുത്തെ പ്രധാനികളായ നേതാക്കന്മാർ, മതപണ്ഡിതന്മാർ, അതുപോലെ മതമേലധ്യക്ഷന്മാർ, അവർ അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അതിനെ പ്രേരിപ്പിക്കാതെ പ്രോത്സാഹിപ്പിക്കാതെ അതിന്റെ ഭയം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി നേതാക്കന്മാര് മാറി നിൽക്കണം. എന്നാൽ ബാക്കിയുള്ളവരോ അവരൊക്കെ ഒരു സാധാരണ മുസ്ലിമിന് വേണ്ടി നമസ്കരിക്കുന്നത് പോലെ ആ മയ്യത്തിന് വേണ്ടിയും നമസ്കരിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. മഹാനായ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ, ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ ശേഷം വന്ന ഇബ്നു ജരീനെ പോലെയുള്ള പണ്ഡിതന്മാർ കിതാബുകളിൽ അക്കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഈ ഇസ്ലാമാകുന്ന ഈ മതം എല്ലാം പഠിപ്പിച്ചു തരുമ്പോൾ പലപ്പോഴും മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും അനുഭവിക്കുന്നതാണ്. ആ വീട്ടിലെ ബന്ധുക്കളുണ്ട്, ഭാര്യയുണ്ട്, പെങ്ങന്മാരുണ്ട്, അവിടുത്തെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ മക്കളുണ്ട്, പെൺകുട്ടികള്. പക്ഷെ നിസ്കരിക്കാൻ പറ്റൂല. അവർക്ക് കരയാൻ മാത്രമേ യോഗമുള്ളൂ. അവർക്ക് കരഞ്ഞും വിഷമിച്ചിരിക്കാൻ മാത്രമേ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ പലരും സമ്മതിക്കുള്ളൂ. നിസ്കരിക്കാൻ അവർക്ക് പറ്റൂല. അവർക്ക് മജ്ലിസുൻ നൂറിന് പോകാം, മഹദറത്തുൽ ബദരിയെ പോകാം, ഉറൂസിന് പോകാം, ആണ്ടിന് പോകാം, ഒന്നൊരു പ്രശ്നമല്ല. സ്വന്തം പിതാവിന്റെ ജനാസക്കരികിൽ വന്ന് മയ്യത്ത് നമസ്കരിക്കാൻ അവർക്ക് വിലക്കേർപ്പെടുത്തുന്നവരുണ്ട്. ഉലമാക്കന്മാരോട് ഈ ചോദ്യവുമായി വിശദീകരണമൊക്കെ ചോദിച്ച സമയത്ത് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. ഉലമാക്കന്മാർ പറയും, ആ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ബാധ്യതയാണ് മയ്യത്ത് നമസ്കരിക്കൽ. ഒരു നാട്ടിലെ ആണും പെണ്ണുമായി ഒരാളും ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്, ആണുങ്ങൾ മാത്രമല്ല. എന്നാൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഉമ്മു അതിയ്യ റളിയല്ലാഹു അൻഹ പറയാണ്, സഹോദരിമാരുടെ നേതാവ് ഉമ്മു അതിയ്യ ബീവി പറയാണ്, നുഹീനാ അൻ ഇത്തിബാഇൽ ജനായിസി, മയ്യിത്ത് സന്ദർശിക്കാം, മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, മയ്യിത്തിനെ കുളിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ കുളിപ്പിച്ചു കൊടുക്കുക, ഇതൊന്നും ഞങ്ങളോട് നിരോധിച്ചിട്ടില്ല. മയ്യിത്ത് നമസ്കാരം ഞങ്ങളോട് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് പാടില്ല എന്ന് പറഞ്ഞത് ഇത്തിബാഇൽ ജനായിസി, മയ്യിത്തിനെ അനുഗമിച്ചു പോകലാണ്. മയ്യത്തിന്റെ പിന്നാലെ സാധാരണ പുരുഷന്മാര് പോണ പോലെ സ്ത്രീകൾ അനുഗമിക്കാൻ പാടില്ല എന്നാ ഞങ്ങളോട് പറഞ്ഞത്. വലം യുഅസം അലൈന, അതും കർശനമായി നിരോധിച്ചതല്ല, പാടില്ല എന്ന് പലവരും പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ എവിടെയും ഒരു പരാമർശത്തിലും സ്ത്രീകളാരും മയ്യിത്ത് നമസ്കരിക്കാൻ പാടില്ല എന്നൊരു വാക്ക് കാണാൻ സാധ്യമല്ല. മഹദി നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ച രംഗം പള്ളി ദർസിലെ കിതാബിനകത്തുണ്ട്. എത്ര വ്യക്തമാണ്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് യോഗല്ല. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക് ഇതിന് വിസമ്മതം കാണിക്കുന്ന ആളുകൾ ദീനിനെ വല്ലാതെ മോശമാക്കി അത് ചെയ്യുന്നവരൊക്കെ ഒരു കുറ്റക്കാരാക്കി മാറ്റുന്ന രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ജനാസയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു മയ്യത്തിന്റെ വീട്ടിൽ അവിടെ സന്ദർശിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല. ചെയ്യാൻ പറ്റുമോ? വേണം. അത് ഇസ്ലാമിലെ സുന്നത്താണ്. മരണപ്പെട്ട കുടുംബങ്ങളെ സമാധാനിപ്പിക്കാൻ പോകുന്നതിന് തഅസിയത്ത് എന്നാണ് അറബിയിൽ പറയാ. അത് തിന്നാമ്പോക്കായി മാറരുത്. അത് അവിടുത്തെ ഭക്ഷണം കഴിക്കാനായി പോണ പരിപാടി. അവിടെ ഒരു ഭക്ഷണ പരിപാടി സമ്പ്രദായം അല്ല വേണ്ടത്. ആ കുടുംബത്തിനൊരു സമാധാന വാക്ക് പറയാൻ, അവരുടെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ, ആശ്വാസം നൽകാനാണ് അവിടെ പോകാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ എത്തുന്ന മനുഷ്യർ ആ 3 ദിവസങ്ങളിൽ അവിടെ പോകുന്നവർ ആ കുടുംബത്തിനും മയ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹദീസിൽ പറഞ്ഞു, ഇന്നലില്ലാഹി മാ അഖദ് വലഹു മാ അഅത വകുല്ലുൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. നിങ്ങൾ ക്ഷമിക്ക്, നിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്ക്. അല്ലാഹു തആല അവൻ സ്വീകരിച്ചതും നൽകിയതും എല്ലാം അവനുള്ളതാണ്. എല്ലാവർക്കും ഒരു അവധിയുണ്ട് എന്നൊക്കെ പറഞ്ഞ കുടുംബക്കാർക്ക് വേണ്ടിയും മയ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും അവർക്ക് ക്ഷമ പറഞ്ഞു കൊടുക്കുകയുമാണ്. ഏറ്റവും ചുരുങ്ങിയത് അഅ്ളമല്ലാഹു ലക്കൽ അജ്ർ അആനക അലസ് സബ്ർ എന്നെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഇത് മരണ വീടുകൾ ഇന്ന് പന്തലുകളിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു കല്യാണ സദസ്സ് പോലെ ആക്കി മാറ്റിയാണ് കുടുംബത്തിലെ ബന്ധുക്കൾ തന്നെ. എന്നിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ആ സമയത്ത് കാണുന്ന വൈകുന്നേരമായി കഴിഞ്ഞാൽ അവിടെ പാട്ടാണ്. പാട്ട് എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് പാടിയിരിക്കുന്നല്ല, ഏതൊക്കെയോ ബുർദയും മറ്റേതൊക്കെയോ പദ്യഗദ്യങ്ങളും മാലകളും ഒക്കെ ഇരുന്ന് ചൊല്ലി പാടിക്കൊണ്ടിരിക്കുക. ഓർക്ക് നല്ല ഈണുള്ള പാട്ട്. അവിടെ ഒരു വിധവ ഇരിക്കുന്നു, പാവപ്പെട്ട യതീമായ കുട്ടികൾ ഇരിക്കുന്നു. ഇതൊന്നും ചിന്തിക്കാത്ത മനുഷ്യർ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് നടപ്പിലാക്കുമ്പോൾ നമ്മൾ സ്വഹാബത്തിന്റെ ചരിത്രം വായിക്കണം. ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ നബി തങ്ങൾ അവിടെ അയൽവാസികളോട് പോയിട്ട് പറയാണ്, നിങ്ങൾ ആ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഇതൊരു മര്യാദയാണ്. അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് വിതരണം ചെയ്യലല്ല ഇസ്ലാം പഠിക്കുന്നവർ പറയാ. ഇസ്ലാമിനകത്ത് പഠിക്കുന്നവർക്ക് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. 7-നൊരു പാർട്ടി, ഗംഭീര പാർട്ടി, കല്യാണക്കത്ത് പോലെ നോട്ടീസ് അടിച്ച് സകല വീട്ടിലും കൊടുത്തിട്ട് ക്ഷണിച്ചു കൊണ്ടുവരികയാണ്. നിങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരണം. ആര്? മരിച്ച ബന്ധു, മയ്യത്തിന്റെ ബന്ധുക്കള്, നിങ്ങൾ ഞങ്ങളെത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട്. ഇതൊരു വിരോധാഭാസമാണ്. ശരിയാവണ്ണം ഇതിനെ അറിയാതെ പഠിക്കാതെ പോകരുത്. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഞാനത് സുപ്രധാനമായ ചില ഭാഗങ്ങൾ അങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. മയ്യത്തിന്റെ പ്രിയപ്പെട്ട ഇద్దയിരിക്കുന്ന സഹോദരിമാരെ കഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ഒരു ലൈറ്റ് കാണാൻ സമ്മതിക്കൂല, ചന്ദ്രനെ നേരിട്ട് നോക്കാൻ പാടില്ല, സൂര്യൻ നേരിട്ട് വധിക്കാൻ പാടില്ല, വീടിന്റെ ഉള്ളിലേക്ക് വെളിച്ചം വരാൻ പാടില്ല, ജനല് തുറന്നിടാൻ പാടില്ല, മുകളിലുള്ള ഹോളുകൾ, എയർ ഹോളുകൾ അടച്ചു ബന്ധാക്കണം. ഒരു ഇരുട്ടുമുറിക്കുള്ളിൽ തന്റെ പെണ്ണ് കിടക്കണമെന്ന് ആരാ നമ്മളെ പഠിപ്പിച്ചത്? ഇദ്ദ എന്ന് പറയുന്നത് ഒരാളെ പീഡിപ്പിക്കാൻ നിങ്ങൾ വിചാരിച്ച്? ഒരിക്കലും അതിനില്ല. ആ പെണ്ണിന് തന്റെ അടുക്കളയിൽ പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാം. വീട്ടിൽ വേറെ ആരും വൃത്തിയാക്കാനില്ലെങ്കിൽ വീട് വൃത്തിയാക്കാം. വിറക് വശത്തുനിന്ന് വിറക് കൊണ്ടുവരാനുണ്ടെങ്കിൽ വിറക് കൊണ്ടുവരിക. എമർജൻസി ആവശ്യമാണ്, ഒരു ഡോക്ടറെ അടുത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഡോക്ടറെ അടുത്ത് മര്യാദകൾ പാലിച്ച് ചില നിബന്ധനകൾ പാലിച്ച് അവർക്ക് പോകാം. സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പാടില്ല, ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, പരമാവധി മഹറമല്ലാത്ത പുരുഷന്മാരുമായി കൂടിക്കാഴ്ചകൾ ഇല്ലാതെ ഇരിക്കുക, സുറമ പൂശാതിരിക്കുക, ആഭരണങ്ങളും ചായങ്ങളും ഇല്ലാതിരിക്കുക, അന്യപുരുഷന്മാരുടെ മുമ്പിൽ മാക്സിമം പ്രകടനത്തിന് മുമ്പിലേക്ക് വരാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾ എത്രയാണെന്നറിയൂ? അവരെ ആർക്കും കാണാൻ പറ്റാത്ത രൂപത്തിലാക്കി, അല്ലെങ്കിൽ ആരും സ്വന്തം മക്കൾ, ആൺകുട്ടികൾക്ക് പോലും ചിലയിടത്ത് മക്കളാണെങ്കിലും ആൺകുട്ടികൾക്ക് പോലും റെസ്ട്രിക്ഷൻസ് വരുത്തുന്ന അവസ്ഥ. മെഹറമായ ചില ആൾക്കാർ, കുടുംബക്കാരുണ്ടാകും, അവരോട് ചിലപ്പോൾ ഫോണിൽ സംസാരിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ ഒരു മറന്റെ പിറകിൽ നിന്നാണെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ ഉലമാക്കന്മാർ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് ആ മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോയി ഇറക്കി വെച്ചാലും പിന്നീടും ആ സന്ദർഭത്തിലും എപ്പോഴാണെങ്കിലും അതിന്റെ ഒരു പൊതുമര്യാദയാണ്. അവിടെ കയറി ചൊല്ലുമ്പോൾ ഒരു സാധാരണ കാട്ടിലേക്ക്, സാധാരണ ഒരു തോട്ടത്തേക്ക് പോണ പോലെ എല്ലാ ഖബർസ്ഥാനിൽ ഒരുപാട് മനുഷ്യന്മാരുടെ ജനാസ കിടക്കുന്നുണ്ട്.
അവിടെ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രാർത്ഥന കൊണ്ടായിരിക്കണം അവിടെ പ്രവേശിക്കേണ്ടത്. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. പല ഹദീസ് റിപ്പോർട്ടുകളുണ്ട്. ഇമാം മുസ്ലിം കൊടുത്ത ഒരു ഹദീസിൽ ഇങ്ങനെ ഒരു കൃത്യമായ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളോട് അവർക്ക് വേണ്ടി എല്ലാം പറഞ്ഞ് സലാം പറഞ്ഞാണ് നമ്മൾ അവിടേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് അടക്കമുള്ളവർ എത്രയോ ജനാസകളെയും കൊണ്ട് ഖബർസ്ഥാനിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങളിൽ അവർ ഖബർ സിയാറത്തിന് വേണ്ടി പോയിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ജനാസയുടെ പേരിൽ ഏതെങ്കിലും ഒരു അധ്യായം അവിടെ വെച്ച് പ്രത്യേകം ഓതിയിട്ടുണ്ടോ? ഇത് ചിലയിടത്ത് ഖബറിന്റെ അടുത്ത് വലിയൊരു പായൊക്കെ കെട്ടിണ്ടാക്കിയിട്ട് ഖത്മുൽ ഖുർആനാണ്. 40 ദിവസം അണമുറിയാതെ ഇരുന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങളുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഒരു ജനാസക്ക് വേണ്ടി ഖബറിങ്ങ പോയിരുന്ന് ഏതെങ്കിലും ഒരു സൂറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ആയത്ത് അങ്ങനെ ചെയ്തതായി സമൂഹത്തിനിടയിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ ഒരു തെളിവുണ്ടെങ്കിൽ, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുമെങ്കിൽ അത് ആദ്യം നടപ്പിലാക്കുന്നത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. ഒരു സംശയമില്ല. അത്രക്ക് വിശ്വാസികളോട്, അത്രക്ക് മനുഷ്യരോട് സ്നേഹമുള്ള നേതാവാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്നൊരു റസൂൽ ഇതാ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് വല്ലാത്ത ദയവുള്ളവനാണ്, അങ്ങേയറ്റത്തെ കാരുണ്യമുള്ള നബിയാണ്, എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആഗ്രഹിച്ച നബിയാണ്. ആ പ്രവാചകൻ നടപ്പിലാക്കാത്ത അതിനേക്കാൾ വലിയ പുണ്യാണോ നമുക്ക് വേണ്ടത്? അതേ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നബി പഠിപ്പിക്കാത്ത ഒരു കാര്യം മതത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയാൽ തള്ളണം, അത് സ്വീകരിക്കാൻ കഴിയില്ല. എന്നാൽ മയ്യത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം, മയ്യത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കണം. ഏത് സമയത്ത് ഖബർസ്ഥാനിൽ ചെന്നാലും അവർക്ക് വേണ്ടിയുള്ള ഗുണത്തിന് വേണ്ടി ദുആ ചെയ്ത ഒട്ടനേകം ഹദീസുകൾ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഇത്തരത്തിൽ വിശദീകരിച്ചപ്പോൾ പറഞ്ഞ അവിടുത്തെ കിതാബുകളിൽ നമുക്ക് കാണാം. പള്ളി ദർസുകളിൽ വരെ ഓതി പഠിപ്പിക്കുന്ന ശറഹ് മുസ്ലിം എന്ന കിതാബിൽ ഇമാം നവവി പറയാണ്, ഫൽ മഷ്ഹൂർ മിൻ ഹാദ ശാഫിഈ, ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രഗൽഭമായ അഭിപ്രായമാണ് അന്നഹു ലാ യസിലു സവാബുഹാ ഇലൽ മയ്യിത്തി. നിങ്ങൾ മയ്യത്തിന്റെ അടുത്ത് വെച്ചോ, ഖബറിന്റെ അടുത്ത് വെച്ചോ, ആ മനുഷ്യന് കൂലി കിട്ടണം, ഖബർക്ക് ഇതിന്റെ കൂലി കിട്ടണം എന്ന് വിചാരിച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുകൾ, ആയത്തുകൾ, അതിന്റെ പ്രതിഫലം അവിടേക്ക് എത്തൂല. ഇത് പ്രാർത്ഥന പോലെയല്ല, ഇതിന് വേറെ നിയമമാണ് ബാധകം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ വദലീലു ശാഫി, അത് എന്റെ അഭിപ്രായമല്ല, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഖൗലുല്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് വെച്ചുകൊണ്ട്, വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഇത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഓഫീസിന്റെ ഉള്ളിൽ നിന്നുണ്ടാക്കിയ പുസ്തകത്തിലല്ല. ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അതിന്റെ പ്രതിഫലം അവിടേക്ക് ഖബറിലേക്ക് എത്തില്ല. ഇമാം നവവി അൽ-അദ്കാറിന്റെ 140ാമത്തെ പേജിൽ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞു, ഫൽ മഷ്ഹൂറു മിൻ ഹാദ ശാഫിഈ വ ജമാഅത്തുൻ, ഒരു സംഘം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അന്നഹു ലാ യസിലു സവാബുഹാ, അത്തരത്തിൽ ഒരാൾ മരിച്ചതിന് ശേഷം ഇരുന്ന് കുറെ സൂറത്ത് ഓതി കൊടുത്താൽ അതിന്റെ ഒക്കെ കൂലി മയ്യത്തിന് കിട്ടുമെന്ന് പറയാൻ ഒരു തെളിവും നമ്മുടെ കൈകളിലില്ല. എന്നാൽ ഇമാം നബവി അവിടുത്തെ അൽ-അദ്കാറിന്റെ 122ാമത്തെ പേജിൽ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഇഖ്റഊ യാസീൻ അലാ മൗതാകും, നിങ്ങളിൽ മരണമാസന്നമായവർക്ക് യാസീൻ ഓതി കൊടുക്കണമെന്നൊരു ഹദീസ് പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. ഫഇസ്നാദുഹു ളഈഫുൻ, ആ ഹദീസ് സ്വീകാര്യമായ ഹദീസുകളിൽ പെട്ടതല്ല, ദുർബലമായ ഹദീസാണ്. അതിൽ ഒരുപാട് കേടുകളുണ്ട്, അത് സ്വീകരിക്കാൻ കൊള്ളുന്നതല്ല. അതേപോലെ തന്നെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന മഹല്ലി പരിഭാഷയിൽ ആ ഹദീസ് വിശദീകരിച്ച് പറയാ, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരുടെ മുമ്പിൽ വെച്ച് ഓതാനുള്ളതുമല്ല, മരണം ആസന്നമായവർക്കാണ് പിന്നെയും അതിൽ തെളിവുള്ളത്. അവർ നല്ലത് കേട്ട് നല്ല രൂപത്തിൽ ഖുർആൻ കേട്ട് മരിക്കുമല്ലോ എന്ന ഒരു അടിസ്ഥാനമാണ് മഹല്ലി പരിഭാഷയിൽ പോലും കൊടുക്കുന്നത്. നമ്മൾ എന്താണ് ഇപ്പം ആലോചിച്ച് നോക്കിയേ, ആ ജനാസന്റെ മുമ്പിൽ ചെന്ന് അവിടെ ഇരുന്ന് ഒരുപാട് മണിക്കൂർ മയ്യത്തിന് എത്രയും പെട്ടെന്ന് മറവ് ചെയ്യുന്നതിന് പകരമായി നീണ്ടു നിൽക്കുന്ന പാരായണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വരുന്നവരൊക്കെ അവരുടെ ഓരോരുത്തരുടെയും കഴിവ് തെളിയിക്കുന്ന രൂപത്തിൽ മൈക്ക് കെട്ടി വലിയ ഖുർആൻ പാരായണ മജ്ലിസുകൾ നടക്കുകയാണ്. യാസീനാണ് കാര്യമായിട്ട് പാരായണം ചെയ്യുന്നത്. എന്തിനാണ് അവസാനം? ഇത് മയ്യത്തിന് കൂലി കിട്ടാനാണ്.
അത് കഴിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തി അവിടെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കുറേ ഖുൽ ഹുവല്ലാഹു അത് ഓതിക്കൊണ്ടിരിക്കണം. എന്തിനാ ആൾക്കാർ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതിന് പ്രശ്നമുണ്ടോ? ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് എത്ര ഓതിയാലും അയാൾക്ക് പുണ്യം തന്നെയാണ്. പക്ഷെ എന്തിനാണ് അവിടെ ഓതുന്നത്? ഇതൊക്കെ അത്രയും നേരം നമ്മൾ ഓതിയതൊക്കെ മയ്യത്തിന് കൂലി കിട്ടാനാണ്. അത് കഴിഞ്ഞ് ഖബറിലേക്ക് ഇറക്കി വെക്കാൻ സമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതിക്കൊണ്ടിരിക്കുക. സൂറത്തുൽ മുൽക്ക് ജീവിതകാലത്ത് നമ്മൾ ഓതി പഠിക്കേണ്ട സൂറത്താണ്. നമ്മൾ മരിച്ചിട്ട് നാട്ടിൽ ഓതിയിട്ട് കിട്ടൂല. നമ്മൾ ജീവിതകാലത്ത് നിത്യം ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഖുർആനിനെയോ സൂറത്തുകളെയോ എതിർക്കുകയല്ല, അതിന് പ്രവാചകന്റെ അധ്യാപനങ്ങളോട് യോജിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ പലപ്പോഴും പല വീടുകളിൽ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പാടില്ലാത്ത പല സംഭവങ്ങൾ വീടുകളിൽ നടക്കാൻ സാധ്യതയുള്ള വിശദീകരണങ്ങൾ ലൈസ മിന്നാ മൻ ലതമൽ ഹുദൂദ, ലൈസ മിന്നാ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല, മല്ലതമൽ ഹുദൂദ് മാറത്തടിച്ച് കരയുന്നവർ. തന്റെ പ്രിയപ്പെട്ട ആളേക്കും മരിച്ചിട്ടുണ്ടാവുക, പക്ഷെ ആ കരച്ചിലിന് പോലും ഒരു അച്ചടക്കം ഉണ്ടാകണം. വസ്ത്രങ്ങൾ പിച്ചി ചീന്തുന്നവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല. മാറത്തടിഞ്ഞ് കരയാ, വസ്ത്രം വലിച്ചു കീറുക, തല പിടിച്ചു വലിക്കുക. ജാഹിലിയ്യത്തിൽ കാണിക്കുന്നത് പോലെയുള്ള സമ്പ്രദായം ചെയ്യുന്നവര് നമ്മുടെ കൂട്ടത്തിലല്ല. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ശപിച്ചിട്ടുണ്ട്. അന്നായിഹത വൽ മുസ്തമിഅത, വിലപിച്ചുകൊണ്ട് കരയുന്ന സ്ത്രീകളെയും അത് കേട്ടുകൊടുക്കാൻ ഇരിക്കുന്ന സ്ത്രീകളെയും ശപിച്ചിട്ടുണ്ട്. ജാഹിലിയ കാലത്ത് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരാൾ മരിക്കണതിന്റെ മുമ്പ് പറയുമായിരുന്നു, ഞാൻ മരിച്ചാൽ ഒരു 50 ആളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എന്റെ മയ്യത്തിന്റെ അടുത്തിരുന്ന് എല്ലാവരും കരയണം. എന്റെ മയ്യത്തിന്റെ അടുത്ത് കരയാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ കൊടുന്ന് കരയിപ്പിക്കണം എന്ന് ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു അത് പാടില്ല, അത് വിലക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പരമാവധി ഉപേക്ഷിക്കണമെന്ന പ്രയോഗമുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ ആ പ്രിയപ്പെട്ട മയ്യത്തിന്റെ പേരിൽ കണ്ണീർ പൊഴിച്ചു, അയാൾ സങ്കടമരുളി, അയാളുടെ ചില കരച്ചിലുകളൊക്കെ വന്നു. എന്നാൽ ഈ നിബന്ധനകളൊക്കെ പതിച്ചു, പ്രശ്നമില്ല. ഇന്നൽ ഐന തദ്മ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പ്രിയപ്പെട്ട പുന്നാര മകനായിരുന്ന ഇബ്രാഹീമിന്റെ മരണം കഴിഞ്ഞപ്പോ നബി തങ്ങൾ പറയുന്നുണ്ട്, ആ കരച്ചിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ഇന്നൽ ഐന തദ്മ, സ്വാഭാവികമായി ഉണ്ടാകുന്ന കണ്ണിന്റെ കണ്ണുനീരാണത്. വൽ ഖൽബ യഹ്സൻ, സ്വാഭാവികമായി മനസ്സിന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായതാണ്. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ, റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്കും നമ്മൾ അവിടെ പറയൂല. വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹീമു ലമഹ്സൂനൂൻ, ഇബ്രാഹീമേ നിന്റെ മരണത്തിൽ ഞങ്ങൾ ഏറെ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അതൊക്കെ ശരിയാണ്. എന്നാൽ അലമുറയിട്ട് കരയില്ല, നെഞ്ചത്തടിച്ച് കരയില്ല. ജാഹിലിയത്തിന്റെ ദുരാചാരങ്ങൾ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്റെ പ്രിയപ്പെട്ട ബന്ധുവിന്റെ മരണത്തിൽ തനിക്ക് ക്ഷമ ലഭിക്കാനും തനിക്ക് അതിൽ നിയന്ത്രണം പാലിക്കുവാനും തനിക്കും തന്റെ കുടുംബത്തിനും മനസ്സമാധാനം കിട്ടുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ. കാരണം പ്രയാസപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഇജാബത്തുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരിൽ പലരും മരണപ്പെട്ടു പോയിട്ടുള്ളവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ.